എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ ഒരു ചിന്ത യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. മഗ്ദലക്കാരി മറിയ യേശു ക്രിസ്തുവിന്റെ കല്ലറയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ കല്ല് മാറിക്കിടക്കുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹാലയിൽ നിങ്ങൾ അന്വേഷിച്ചാൽ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. മഗ്ദലക്കാരി മറിയ വീട്ടിലിരുന്നില്ല. അവൾ യേശുവിനെ കാണുവാനുള്ള ആഗ്രഹത്താൽ തടസ്സങ്ങൾ, അവിടെ ഒരുപാട് തടസ്സങ്ങളുണ്ട്. റോമ ഗവൺമെന്റിന്റെ മുദ്രയുണ്ട്. തടസ്സങ്ങളുടെ ലിസ്റ്റ് തന്നെ ആ സഹോദരിയുടെ മുമ്പിൽ ഉള്ളപ്പോഴും പ്രതീക്ഷയോടെ കടന്നുപോയി. ദാനിയേലിനെ നോക്കുക. ദാനിയേൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം തീരുമാനിച്ചു. അതുപോലെ രേഖ എഴുതിയെന്നറിഞ്ഞിട്ടും അവൻ പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ എന്ത് സംഭവിച്ചു? അവിടെ ദൈവപ്രവൃത്തി കാണുവാൻ തക്കവണ്ണം ഇടയായി. പ്രാർത്ഥന ദാനിയേൽ നിർത്തിയില്ല. പ്രാർത്ഥന ദാനിയേൽ തുടങ്ങിയ സമയം തന്നെ പ്രാർത്ഥനയുടെ റിസൾട്ടുമായി അതാ ദൂതൻ ഇറങ്ങി വരികയാണ്. ആ ദൂതനെ തടയുവാൻ പാഴ്സി പ്രഭു നിന്നിട്ടും ഹല്ലേലൂയ വീണ്ടും പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യുവാൻ ദാനിയേൽ ഇടയായി. ആ ദാനിയേൽ ആ പ്രാർത്ഥന നിർത്തിയിരുന്നെങ്കിൽ പാഴ്സി പ്രഭുവാൽ തടയപ്പെട്ട ആ പ്രാർത്ഥനയുടെ റിസൾട്ട് അവിടെ കൊണ്ട് അവസാനിക്കും. പക്ഷേ വീണ്ടും ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിലേക്ക് ഒരു സിഗ്നൽ എത്തി. വീണ്ടും ഹല്ലേലൂയ അദൃശ്യ ലോകത്തിൽ ദൂതഗണങ്ങൾക്ക് ഹല്ലേലൂയ മനസ്സിലായി പ്രാർത്ഥനയുടെ മറുപടി ലഭിച്ചിട്ടില്ല. പിതാവാൻ ദൈവം പറഞ്ഞു, അതാ ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ മറുപടി തടയപ്പെട്ടിരിക്കുന്നു. മിഖായേലേ, നീ അത് ചെന്ന് അതവന് ഹല്ലേലൂയ നൽകി കൊടുക്കുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഹല്ലേലൂയ ചില പ്രാർത്ഥനയുടെ മറുപടികൾ ഉണ്ടാകട്ടെ. കർത്താവേടിയൻ പ്രാർത്ഥിക്കുന്നു, പ്രത്യേകാൽ യുദ്ധങ്ങൾ നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അനേകർ യുദ്ധം മൂലം പ്രശ്നങ്ങൾ ആയിരിക്കും. യുദ്ധങ്ങൾ മനുഷ്യന് നാശം വിതയ്ക്കുമല്ലോ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കുന്നു, യുദ്ധങ്ങൾ നിർത്തൽ ചെയ്യണമേ. സമാധാനം ഈ ലോകത്തുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.